ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ലാസ്റ്റ് സൺഡേ മോർണിംഗ് ആണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തേക്കിനുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസും അതുപോലെ നമ്മളുടെ ചില്ലി പനീറുമാണ് ഉണ്ടാക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും മിക്ക ഞായറാഴ്ചകളിലും ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ തീരെ സമയമില്ലെങ്കിലും അല്ലെങ്കിൽ വയ്യാത്ത സമയങ്ങളിലൊക്കെ മാത്രമാണ് ഇത് സ്കിപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും അവർ ചോറും ഇതല്ലേ കഴിക്കുന്നത്. അപ്പം ഒരു ഞായറാഴ്ചയെങ്കിലും നമുക്ക് ഇങ്ങനെ വെറൈറ്റി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് നമ്മളുടെ ഫ്രൈഡ് റൈസിനും അതുപോലെ നമ്മുടെ കറിക്കും വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു കുടം വെളുത്തുള്ളിയോടെ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ കറിക്കും ആവശ്യമായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ അല്ലൂട്ടൻ എൻ്റെ പുറകെ വന്ന് ചുറ്റിത്തിരിയുന്നുണ്ട് കേട്ടോ. ഞാൻ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾക്ക് അരി വേവാനായിട്ട് അടുപ്പത്തേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ആദ്യം ഈ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ നമ്മൾ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇവിടെ അന്നമോളെ വെജിറ്റബിൾസ് കഴിപ്പിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അവൾ ഇതുപോലുള്ള റൈസൊക്കെ കൊടുത്താൽ മാക്സിമം അവളെ കൊണ്ട് പിറക്കാൻ പറ്റാവുന്ന വെജിറ്റബിൾസൊക്കെ പിറക്കി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും. ഭയങ്കര പാടാണ്. പച്ചക്കാണെങ്കിൽ ക്യാരറ്റൊക്കെ തിന്നു തീർക്കും. പക്ഷേ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അവൾക്കതൊന്നും വേണ്ട. ആകെപ്പാടെ പൊട്ടറ്റോ മാത്രമാണ് വെന്ത് കഴിഞ്ഞാൽ അവൾ കഴിക്കുന്ന ഒരേ ഒരു പച്ചക്കറി, ബാക്കിയൊന്നും വേണ്ട. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്ക് അതിലേക്ക് 3 നാഴി അരി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചു. അതിനുശേഷം അതിൻ്റെ തൊലിയും വേസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ബാഗിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മളുടെ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നത് അപ്പോൾ തന്നെ കഴുകി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം മാക്സിമം ശ്രമിക്കാറുണ്ട് പാത്രങ്ങൾ അങ്ങനെ കഴുകി മാറ്റാനായിട്ട്. അപ്പോൾ കുറേ ജോലി പെട്ടെന്ന് തീരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്കിത് അരി ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒരു 90% വേവെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുള്ളതുകൊണ്ട് തോന്നി. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഊറ്റി വയ്ക്കാമേ. ഇവിടെ സിങ്കിലാണ് ഇങ്ങനെ ഊറ്റി ഒഴിക്കുന്നത്, അതുകൊണ്ടാണ് പൈപ്പ് ഇങ്ങനെ തുറന്നിട്ടേക്കുന്നത്. അല്ലെങ്കിൽ അത്ര ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഈ കോൺഫ്ലോർ, അതിലേക്ക് കുറച്ച് മൈദ, പിന്നെ കുരുമുളക് പൊടി, പിന്നെ സോസ്, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പനീർ ഒക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച പനീറൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. വറുത്ത് കോരി എടുത്തപ്പം കുറച്ചധികം ഉണ്ടായിരുന്നെങ്കിലും കറി ഉണ്ടാക്കാൻ സമയമായപ്പോഴേക്ക് ഇതിൻ്റെ അളവിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. മക്കൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് രസമുണ്ടല്ലോ മമ്മ എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ടായി. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും ക്യാബേജും ക്യാരറ്റും കോളിഫ്ലവറും സവോളയും കോളിഫ്ലവർ അല്ല, സ്പ്രിംഗ് ഒനിയനും ബീൻസും ഒക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പനീർ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ആ സമയത്ത് തന്നെ ഇത് അപ്പുറത്തൊക്കെ അടുപ്പിൽ മുഴുവൻ എണ്ണയൊക്കെ തെറിച്ച് അതപ്പോൾ തന്നെ കൈയോടുകൂടി ഒന്ന് തുടച്ച് മാറ്റിയെടുത്തിട്ടോ. അപ്പോൾ നമ്മളുടെ പനീർ ഫുള്ളായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നമ്മൾ നേരത്തെ വറുത്തെടുത്തില്ലേ, ആ സെയിം എണ്ണ തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും, പിന്നെ നമുക്ക് സവോള, ക്യാപ്സിക്കം ഇത്രയും കൂടെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സാധാരണ ഇതുപോലുള്ള ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാനേ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇനി നമുക്കിത് 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനിഗറും കൂടി ഒഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഹൈയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് നമുക്ക് അടിച്ച് കലക്കി മാറ്റി വയ്ക്കണം. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പേ സോയാ സോസിൽ ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അതിൻ്റെ ടേസ്റ്റും കൂടെ അനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കോൺഫ്ലവർ കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ ഉണ്ടല്ലോ, അതിൻ്റെ വൈറ്റും ഗ്രീനും നമ്മൾ അരിഞ്ഞ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായി. അത് രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ലാസ്റ്റ് ഇതേ കുറച്ച് വെളുത്ത എള്ളുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം, ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക ഈ സമയത്ത്. എന്നിട്ട് ഇതേപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഉപ്പും പാകത്തിനുള്ള എരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ പണികൾ തുടങ്ങാം. ഫ്രൈഡ് റൈസിന് നമ്മൾ ഓൾറെഡി അരിയൊക്കെ വേവിച്ച് വെച്ചേക്കാണല്ലോ, ഇനി അധികം പണിയില്ല. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് സോസൊക്കെ കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ മാത്രം മതി. വേഗം നമ്മളുടെ റൈസ് ആയിക്കോളും. നമുക്ക് ആകെയുള്ള പണി എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പണി. അത് ഏകദേശം നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി വേഗം തന്നെ റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ എഗ്ഗ് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം കേട്ടോ. ചെറു തീയിലിട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, മുട്ട വേവാണ്ടിരിക്കും. അപ്പം മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മളുടെ മുട്ട നന്നായിട്ട് സ്ക്രാമ്പിളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കണം. അതിനുശേഷം വേറൊരു പാനാണ് ഞാൻ അടുപ്പത്തേക്ക് വയ്ക്കുന്നത്. കട്ടിയുള്ള വലിയൊരു പാൻ വേണം വെക്കാനായിട്ട്. നമ്മളുടെ അരി എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇളക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള പാൻ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ വലിയൊരു പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മളുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളികൾ 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, പിന്നെ അങ്ങനെയുള്ള എല്ലാ ക്യാരറ്റ് എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാട് വെന്ത് അങ്ങനെ ആകാനൊന്നും നിൽക്കേണ്ട. പിന്നെ നമ്മളിതൊക്കെ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞു കൊടുത്തേക്കുന്നത്. ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോഴാണ് നമുക്ക് ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കടിക്കാനായിട്ട് നമ്മൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ചെറുതായിട്ടൊന്ന് കടിച്ച് തിന്നാനായിട്ട് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല. ഈ ഹാഫ് ബോയിൽഡായിട്ട് നമ്മൾ കഴിക്കുന്നതായിരിക്കും എപ്പോഴും വെജിറ്റബിൾസിൻ്റെ ഗുണങ്ങൾ പോകാണ്ട് നമുക്ക് കിട്ടുക എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിച്ചെങ്കിൽ മനസ്സിനൊരു സംതൃപ്തി കിട്ടുകയുള്ളൂ അല്ലേ. ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ. ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ വേവിക്കുമ്പോൾ അതിൻ്റെ പച്ചച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും വരും. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജൊക്കെ അത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ചധികം വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ആ മക്കളെ കൊണ്ടൊന്ന് കഴിപ്പിക്കണം വെജിറ്റബിൾസ് എന്നുള്ളൊരു. റൈസ് ആകുമ്പം അവർ പിന്നെയും കുറച്ചുകൂടെ കഴിക്കും. കറികൾ വെച്ച് കൊടുക്കുന്നതിനേക്കാളും റൈസ് ആകുമ്പം കുറച്ചും കൂടെ കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ ആവശ്യത്തിന് കുറച്ചധികം വെജിറ്റബിൾസ് ഇതിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്തരം വെജിറ്റബിൾസ് ഒന്നും ഇടണ്ട കേട്ടോ. വളരെ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടുണ്ടാക്കിയാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുകയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മക്കൾ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഞാനും ഇതിനകത്ത് ഇത്രയധികം ഒന്നും ഇടില്ല. ബാക്കി ഫുഡിലൂടെയൊക്കെ അവർക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. ഇതിപ്പോൾ വെജിറ്റബിൾസ് ഭയങ്കര കുറവാണ് ഇവർ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഉണ്ടല്ലോ, അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് സോസുകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നിങ്ങളെങ്ങനെ എന്നെപ്പോലെയാണോ സ്പെഷ്യൽ ദിവസങ്ങൾ, അതായത് സൺഡേ പോലുള്ള ദിവസങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ഞാൻ ആദ്യമൊന്നും ചെയ്യില്ലായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും എനിക്കും തോന്നി അവർ എപ്പോഴും ചോറ് കഴിച്ച് അവർക്കും ചോറിനോടൊരു മടുപ്പാകുമല്ലോ എന്ന്.
അങ്ങനെയല്ല കേട്ടോ, ചില കുട്ടികളൊക്കെ ഭക്ഷണം കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ എന്നാലും നമ്മൾ അമ്മമാർക്ക് മക്കൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അവരത് കഴിക്കുന്നത് കാണുമ്പോൾ അതിലേറെ സന്തോഷമാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും മറക്കാണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയിട്ട് പോവുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം കേട്ടോ.